സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാരുള്ളത്. ഹൃദയസ്തംഭനം ഉണ്ടായതോടെയാണ് ആരോഗ്യനില കൂടുതൽ വഷളായതെന്ന് ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. ഈ മാസം 15-ന് രാവിലെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് MT വാസുദേവൻ നായരെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനിടെ MTക്ക് ഹൃദയസ്തംഭനവും ഉണ്ടായി. രക്തസമ്മർദ്ദത്തിൽ ഉൾപ്പെടെ വ്യതിയാനം സംഭവിച്ചതോടെ മരുന്നുകളോട് പ്രതികരിക്കാതെയായി. ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെയാണ് MTക്ക് ശ്വാസം നൽകുന്നത്. ഡോക്ടർമാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് MTയെ ആശുപത്രിയിൽ സന്ദർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഡോക്ടർമാരുമായി സംസാരിച്ചു. ബഹുമാന്യ MTയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ മെഡിക്കൽ സപ്പോർട്ടും അവരുടെ കുടുംബാംഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. MT കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുമെന്ന പ്രത്യാശ ആശുപത്രിയിലെത്തിയ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പങ്കുവച്ചു. വൈദ്യശാസ്ത്രം എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടർമാർ എന്നോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. വലിയൊരു ആത്മബന്ധമുണ്ട്. അദ്ദേഹത്തെ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് തീർച്ചയായും സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കേരളത്തിൻ്റെ പുണ്യമായ മനുഷ്യനെ ഇനിയും അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ സർവശക്തൻ്റെ സഹായമുണ്ടാവട്ടെ, അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്സിജൻ മാസ്ക് വഴി ശ്വാസം നൽകുന്നതിനാൽ വൈകുന്നേരത്തോടെ ഹൃദയമിടിപ്പ് ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, J ചിഞ്ചുറാണി, MLA മാരായ MK മുനീർ, തോട്ടത്തിൽ രവീന്ദ്രൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, സംവിധായകൻ ഹരിഹരൻ, MN കാരശ്ശേരി, MM ബഷീർ തുടങ്ങിയവർ MTയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. MTയുടെ ഭാര്യ സരസ്വതിയും മകൾ അശ്വതിയും കുടുംബാംഗങ്ങളും ആശുപത്രിയിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.